ശരിയത്ത് പിന്തുടരുന്ന തീവ്ര മതരാഷ്ട്രമായി ബംഗ്ലാദേശ് മാറി. മതേതരമെന്ന വാക്ക് ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് അറ്റോർണി ജനറൽ. 90% മുസ്ലിങ്ങളുള്ള രാജ്യം മതേതരമല്ലെന്നും അറ്റോർണി ജനറൽ. ബംഗ്ലാദേശ് ഹിന്ദു സമൂഹം ആശങ്കയിലാണ്. ഷെയ്ഖ് ഹസീന സർക്കാർ 2011 നടത്തിയ 15ാം ഭരണഘടനാ ഭേദഗതിയുടെ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കവെയാണ് അറ്റോർണി ജനറൽ മുഹമ്മദ് അസാദ് ഉസ്മാൻ നിലപാട് വ്യക്തമാക്കിയത്. മതേതരത്വം, സോഷ്യലിസം, ബംഗ്ലാ നാഷണലിസം എന്നിവ ഭരണഘടനയിൽ നിന്നും ഒഴിവാക്കണമെന്ന് അറ്റോർണി ജനറൽ വാദിച്ചു. 90%-ലധികം മുസ്ലിങ്ങളുള്ള രാജ്യം എങ്ങനെ സെക്യുലർ രാഷ്ട്രമാകുമെന്നാണ് അറ്റോർണി ജനറലിന്റെ ചോദ്യം. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായി ഷെയ്ഖ് മുജീബുർ റഹ്മാനെ വിശദീകരിക്കുന്ന ഭരണഘടനയിലെ ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നും അറ്റോർണി ജനറൽ ആവശ്യപ്പെടുന്നു. നോബൽ ജേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ നിലപാടാണ് അറ്റോർണി ജനറൽ കോടതിയിൽ പറഞ്ഞത്. 1972-ൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ കാലത്ത് രൂപപ്പെട്ട ബംഗ്ലാദേശ് ഭരണഘടനയിൽ മതേതരത്വമുണ്ടായിരുന്നു. എന്നാൽ മുജീബുർ റഹ്മാന് ശേഷം വന്ന പട്ടാള മേധാവി സിയാഉർ റഹ്മാനാണ് ഭരണഘടനയിലെ മതേതരത്വം ഒഴിവാക്കുകയും ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക മതമായി ഇസ്ലാമിനെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. 2011-ൽ അവാമി ലീഗ് സർക്കാർ 15ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മതേതരത്വം, സോഷ്യലിസം, ദേശീയത എന്നിവ ഭരണഘടനയിൽ പുനഃസ്ഥാപിച്ചു. ഇസ്ലാമിക ഭീകര സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള മുഹമ്മദ് യൂനിസ് ഭരണകൂടം മതേതരത്വത്തെ വീണ്ടും ഒഴിവാക്കി ബംഗ്ലാദേശിനെ തീവ്ര ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള നീക്കം നടത്തുകയാണ്. ജനം, ഡൽഹി.